ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മലശോധനയ്ക്ക് ശേഷം നീറ്റല്, വേദന, പുകച്ചില് ഇത് സാധാരണ ഒരു 60 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരെ സ്ത്രീകളെ അലട്ടിയിരുന്നായിരുന്നെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ ഈ പ്രശ്നം വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. എന്തിന്, കൊച്ചു കുട്ടികൾക്ക് പോലും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേദനയും നിലവിളിയാണ്. ഈ വേദന കാരണം ഇവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തന്നെ മടിയായിരിക്കും. പലപ്പോഴും തിരക്കേറിയ ജീവിത രീതിയിലുള്ളവർക്ക് വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റിലൊന്ന് പോകണമെന്ന് തോന്നിയാലോ ഈ വേദന വരുമെന്ന് പേടിച്ച് ഇവർ പിടിച്ചു വയ്ക്കും, ടോയ്ലറ്റിൽ പോകത്തില്ല. എന്നിട്ട് എപ്പോഴെങ്കിലും ടോയ്ലറ്റ് പോയി കഴിഞ്ഞാലോ പിന്നെ ഒരു 10 മിനിറ്റത്തേക്ക് ഇവർക്ക് ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം വേദന, ഒരു അസ്വസ്ഥത, വല്ലാണ്ട് പോച്ചില്. സാധാരണ ഇത്തരത്തിലൊരു പ്രശ്നം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞിരുന്നാൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കിട്ടുന്ന രോഗം എന്ന് പറയുന്നത് പൈൽസ് ആണ്, അഥവാ മൂലക്കുരു എന്ന് പറയും. എന്നാൽ പൈൽസിനെ കാട്ടിയും കൂടുതലായിട്ട് ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നത് ഫിഷർ എന്ന് പറയുന്ന രോഗമാണ്. ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ വശങ്ങൾക്കുണ്ടാകുന്ന ചെറിയ വിണ്ടുകീറലുകളാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളും വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നത്. പൈൽസ് രോഗമുള്ളവരിലും പലപ്പോഴും ഫിഷർ ഉണ്ടാകാറുണ്ട്. ഫിഷർ എന്ന് പറയുന്നത് നമുക്ക് മലദ്വാരം, ഇതിപ്പോൾ നിങ്ങളൊരു മലദ്വാരമാണെന്ന് സങ്കല്പിക്കുക. മലം ഇതിനകത്തുകൂടി താഴേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലുള്ള മസിലുകൾ വികസിക്കാറുണ്ട്. വികസിക്കുന്ന സമയത്ത് അതിൻ്റെ വശങ്ങൾ വരുന്ന ചെറിയ വിണ്ടുകീറലുകളാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. ഫിഷർ ഉള്ള ഒരാൾ സാധാരണ ഇപ്പൊ ചെറിയ ഫിഷറൊക്കെ ആണെങ്കിൽ പലപ്പോഴും ശരീരത്തിൽ തന്നെ തനിയെ അത് ഉണങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ചിലർക്ക് ഈ ഫിഷർ ഉണങ്ങാതെ അവിടെ നിൽക്കും. ഈ ഒരു പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നത് എന്താ, ഈ ഫിഷറുള്ള ഭാഗത്തുകൂടി മലം പോകുന്ന സമയത്ത് ഈ ഫിഷർ, ഈ വീണ്ടുകീറിയിരിക്കുന്ന ഭാഗം വീണ്ടും ഒന്നുകൂടി വികസിക്കുന്നു, വീണ്ടും ഉള്ളിലേക്ക് മുറിയുന്നു. നമ്മുടെ പച്ച മാംസത്തിൽ ബ്ലേഡ് കൊണ്ട് വരച്ചാൽ എങ്ങനെ വേദന വരും, അത്രയും വേദനയായിരിക്കും, നീറ്റലായിരിക്കും ഈ ബുദ്ധിമുട്ട് വരുന്നവർക്ക് അനുഭവപ്പെടുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് രക്തം, മലത്തിൻ്റെ വശത്ത് രക്തം പറ്റിപ്പിടിച്ച് പോകുന്നത് കാണാം. ഇത് പോയി കഴിയുമ്പോൾ ഈ മലത്തിനകത്ത് പലപ്പോഴും ഈ എരിവ് അല്ലെങ്കിൽ മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കയറിയിട്ട് വീണ്ടും നീറ്റൽ അസഹ്യമാകും. പലപ്പോഴും ഈ ഫിഷറിനുണ്ടാകുന്ന അസഹനീയമായ വേദനയാണ് എല്ലാവരെയും അലട്ടുന്നത്. ഇത് കാരണം ഇവരെന്ത് ചെയ്യും, മലം ശരിക്കും പോകാതെ ടോയ്ലറ്റിലേക്ക് പോകാൻ പേടിച്ചിട്ട് ഇവർ മലം പിടിച്ചു വയ്ക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, മലം കുറച്ചുകൂടി കട്ടിയായി പിന്നെ പിറ്റേ ദിവസം പോകണമല്ലോ, പോകുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദനയിലേക്ക് ഇത് വർദ്ധിച്ചു എന്ന് വരാം. ഇങ്ങനെ വരുന്ന ഫിഷർ രോഗത്തിന് ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, കഴിക്കേണ്ടത് എന്തെല്ലാം, കഴിക്കാൻ പാടില്ലാത്ത എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഫിഷർ രോഗം വിട്ടുമാറാതെ നിന്ന് കഴിഞ്ഞിരുന്നാൽ പലപ്പോഴും ഇത്തരക്കാർക്ക് ഓപ്പറേഷൻ ഒരു പ്രതിവിധിയായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഫിഷർ രോഗം ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇന്ന് മരുന്നിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള 90% പേരും വിശ്വസിക്കുന്നത് മലം വളരെയേറെ കട്ടിയായിട്ട് പോകുന്നത് കൊണ്ടാണ് ഇത് ഫിഷർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൈൽസ് രോഗം ഉണ്ടാകുന്നത് എന്നാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, മലം ലൂസായിട്ട് പോകാനുള്ള മരുന്നുകളോ കടയിൽ കിട്ടുന്ന ഈ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങി കഴിക്കുന്ന മരുന്നുകളോ ഒക്കെ കഴിക്കും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലം കട്ടിയാകുന്നതുകൊണ്ട് മാത്രമല്ല, മലം ലൂസായി പോകുന്നത് കൊണ്ടും ഒരുപക്ഷെ ഇത്തരത്തിൽ ഫിഷർ രോഗം ഉണ്ടാകാൻ കാരണമാകും. ഇത്തരക്കാർ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇത്തരം മലം ലൂസാകാനുള്ള മരുന്നുകൾ വാങ്ങിക്കഴിച്ചാൽ അവരുടെ ഫിഷർ രോഗം വല്ലാണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചികിത്സ തീരുമാനിക്കേണ്ടത് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം, നിങ്ങളുടെ കുടലിൻ്റെ പ്രത്യേകത അനുസരിച്ച് മാത്രമേ ഫിഷർ രോഗത്തിന് മരുന്ന് കഴിക്കാവുള്ളൂ. ഇനി മലശോധന സമയത്തുള്ള അസഹനീയമായ വേദന മാറ്റുന്നതിന് ഭക്ഷണത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രശ്നം മാറ്റുന്നതിന് വേണ്ടത് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസം 25 ഗ്രാം മുതൽ 30 ഗ്രാം വരെ നാരുകൾ അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. ഇവ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ കൂടി നമുക്ക് ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ നാരുകൾ 2 തരത്തിലുണ്ട്, സോലുബിൾ ഫൈബേഴ്സും ഇൻസോലുബിൾ ഫൈബേഴ്സും. സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവ നമ്മുടെ വയറിനകത്തേക്ക് ചെന്ന് ദഹിച്ച്, അതായത് നമ്മുടെ ആമാശയത്തിലുള്ള ജലാംശം എല്ലാം വലിച്ചെടുത്ത് ഇവ ദഹിച്ച് സ്വെല്ല് ചെയ്ത് ഒരു ജെല്ല് പോലുള്ള ഒരു വസ്തുവായിട്ട് മാറും. ഈ ജെല്ല് പോലുള്ള വസ്തു നമ്മുടെ കുടലിലൂടെ താഴേക്ക് പോകുമ്പോഴാണ് മലത്തിൻ്റെ കണ്ടന്റ് കൂടുന്നതും നമുക്ക് സ്മൂത്തായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നതും. ഓട്സ്, നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ, ഇവയെല്ലാം തന്നെ സോലുബിൾ ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ളവയാണ്. എന്നാൽ ഇലക്കറികൾക്കകത്ത് കൂടുതൽ ഇൻസോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുടലിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ മലം വലിയ കട്ടിയായിട്ട് പോകുന്നില്ല, പക്ഷേ മലം പോകുന്ന സമയത്ത് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇൻസോലുബിൾ ഫൈബേഴ്സ് ഉള്ളവ നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് വേവിച്ച് ചൂടോടെ മാത്രമേ കഴിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇലക്കറികൾ ശരിയായിട്ട് വേവിക്കാതെ അല്ലെങ്കിൽ ചൂടില്ലാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഷറിൻ്റെ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഈ വേദനയും വർദ്ധിക്കാനാണ് കാരണമാകുന്നത്. പലപ്പോഴും ഈ പച്ചക്കറികളും ഇലക്കറികളും നാരുകളും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട്
ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷർ രോഗം കൂടും, ഒരിക്കലും കുറയത്തില്ല. ചെയ്യേണ്ടത് സമയമെടുത്ത് പതിയെ ചവച്ചരച്ച് മാത്രമേ, അതായത് സമയമെടുത്ത് 15 മിനിറ്റ് കൊണ്ട് മാത്രമേ നിങ്ങൾ ഈ പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സും അതേപോലെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, പലപ്പോഴും ഈ ഫിഷർ രോഗമുള്ളവർ പറയാറുണ്ട് എരിവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപകടകരമാണ്, ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന്. അങ്ങനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമില്ല. എരിവിൻ്റെ ഒരു സ്കെയിലുണ്ട്. ഈ സ്കെയിലിൽ കുറഞ്ഞ അളവിൽ നിൽക്കുന്ന എരിവുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചെറിയ മുളക്, ഇപ്പോൾ പച്ചമുളക്, ക്യാപ്സിക്കം പോലുള്ളവ, ഇല്ലെങ്കിൽ ഉണങ്ങിയ ചുവപ്പ് മുളക്, ഇവ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഇവയുടെ എല്ലാം എരിവിൻ്റെ അളവെന്ന് പറയുന്നത് 0 മുതൽ ഏകദേശം 5000 അല്ലെങ്കിൽ 10000 വരെ മാത്രമാണ്. എന്നാൽ കാന്താരി മുളകിൻ്റെ ഈ സ്പൈസിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 30,000 ആണ്. കുരുമുളകിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 60,000 മുതൽ 1,00,000 വരെയാണ്. അതുകൊണ്ട് നിങ്ങൾ കാന്താരി മുളകും കുരുമുളകും, അതായത് പെപ്പറും കാന്താരി മുളകും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആമാശയത്തിൽ ദഹിക്കാതെ ഈ എരിവിൻ്റെ കണികകൾ പൈൽസിൻ്റെ ആ ഒരു ഭാഗത്തേക്കും അല്ലെങ്കിൽ ഫിഷറിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാണ്ട് വേദനയും ഈ ഫിഷർ രോഗം കൂടാൻ കാരണമാകുകയും ചെയ്യും. എരിവ് കുറഞ്ഞ മുളകും ക്യാപ്സിക്കവും കഴിക്കാം. ക്യാപ്സിക്കം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുളക് വിഭാഗത്തിലുള്ള ഭക്ഷണമാണെങ്കിലും ഇത് നിറയെ സമൃദ്ധമായിട്ട് സോലബിൾ ഇൻസോലബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ്. പൈൽസിനും ഫിഷർ രോഗത്തിനും ഇത് നല്ലതാണ്. അതേപോലെ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഈ പൈൽസ് രോഗം അല്ലെങ്കിൽ ഫിഷർ രോഗമുള്ളവർക്ക് മുട്ട കഴിക്കാമോ എന്നുള്ളത്. താറാമുട്ടയോ കോഴിമുട്ടയോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ രോഗത്തിന് കഴിക്കാം. കാരണം അത് ഒരിക്കലും നിങ്ങൾക്ക് നീറ്റലോ പുകച്ചിലോ ഉണ്ടാക്കത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഈ പൈൽസിന്റെ ഭാഗത്തുണ്ടാകുന്ന വീണ്ടുകീറൽ മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മുട്ടയുടെ വെള്ള ആൽബുമിൻ കഴിക്കുന്നത് നല്ലതാണ്. കാരണം അത് വളരെ പെട്ടെന്ന് മുറിവുകൾ ഉണക്കുന്നതിന് സഹായിക്കും. ഇനി ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അധികം പുളിപ്പ് ഇല്ലാത്ത പഴങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ പൈൽസ് അല്ലെങ്കിൽ ഫിഷർ ടെൻഡൻസി ഉള്ളവർക്ക് കഴിക്കാം. അമിതമായി പുളിയുള്ള പഴവർഗ്ഗങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുകയാണ് നല്ലത്. കഴിയുന്നത്ര നിങ്ങൾക്ക് കഴിക്കാവുന്ന പഴങ്ങൾ ചവച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും ഇവ ജ്യൂസ് ഫോമിലാക്കി കഴിക്കരുത്. ജ്യൂസ് ഫോമിലാക്കുന്നത് നിങ്ങളുടെ കുടലിനും നിങ്ങളുടെ കരളിനും ചെറിയൊരു നീർക്കെട്ട്, ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ഈ ഇൻഫ്ലമേഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ പൈൽസ് ഭാഗത്തും ബാധിക്കാൻ, നിങ്ങൾക്ക് വേദന വർദ്ധിക്കാനും കാരണമാകും. അതുപോലെ തന്നെ ഈ പൈൽസും ഫിഷർ രോഗമുള്ളവർ നട്ട്സ് നിർബന്ധമായും കഴിക്കണം. കാരണം നട്ട്സിനകത്ത് ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും നിറയെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നട്ട്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നത്ര കപ്പലണ്ടി, നിലക്കടല ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിലക്കടല ചിലരിൽ പൈൽസ് രോഗം വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബദാം തൊലിയോടുകൂടി കുതിർത്തത് ദിവസം ഒരു 20 എണ്ണം കഴിക്കുക. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും, 20 ബദാം നമ്മൾ തൊലിയോടുകൂടി എടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ഗ്രാം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇവ ഈ ഫിഷർ രോഗത്തിന് വളരെ നല്ലതാണ്. ദിവസവും നിങ്ങളൊരു 20 ബദാം കഴിക്കുക, 5 അല്ലെങ്കിൽ 6 വാൽനട്ട് കഴിക്കുക, നല്ലതാണ്. നിങ്ങൾക്ക് പയറ്, കടല, പരിപ്പ് പോലുള്ളവ നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ വേവിച്ച് ചൂടോടുകൂടി കഴിക്കുക. കാരണം ഇവയ്ക്കകത്തും സോലുബിൾ ഇൻസോലുബിൾ ഫൈബേഴ്സ് നിറയെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ചോറ് അല്ലെങ്കിൽ ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ള അരി ഉപയോഗിക്കുന്നതിന് പകരം തവിടുള്ള റെഡ് റൈസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം റെഡ് റൈസിനകത്ത് ഫൈബറുകൾ നിറയെ അടങ്ങിയിട്ടുണ്ട്, കൂടാതെ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇവ വളരെ പെട്ടെന്ന് ഈ ഭാഗത്തുള്ള മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നീർക്കെട്ട് മാറ്റാനായിട്ട് സഹായിക്കും. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്സ്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഓട്സ് നിങ്ങൾ പാകം ചെയ്ത് കഴിക്കുക. കാരണം ഓട്സിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻസോലുബിൾ ഫൈബേഴ്സും മലത്തിൻ്റെ ആ നോർമൽ കൺസിസ്റ്റൻസി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഓട്സ് കഴിക്കുന്ന സമയത്ത് പലരും പാലിനകത്ത് കാച്ചി പോറഞ്ച് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കും. അതിനെക്കാട്ടിയും ശരീരത്തിന് നല്ലത് ഓട്സിനെ ഉപ്പുമാവ് ഫോമിലാക്കി, അതായത് ഓട്സ് എടുക്കുന്ന അതേ അളവ് തന്നെ പച്ചക്കറികൾ, പ്രത്യേകിച്ച് ബീൻസ്, അതേപോലെ കടല, പരിപ്പ്, കോളിഫ്ലവർ, ക്യാബേജ് പോലുള്ളവ ചെറുതായിട്ട് നിങ്ങൾ അരിഞ്ഞ് ഈക്വൽ അളവിൽ വേവിച്ച് നിങ്ങൾക്ക് ഉപ്പുമാവ് ഫോമിലാക്കി കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുടലിനും ഈ മലശോധന കറക്റ്റ് ആകുന്നതിനും കൂടുതൽ നല്ലത്. കൂടാതെ പലരും ചോദിക്കാറുണ്ട്, തൈര്, മോര്, നെയ്യ് എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് രോഗം കൂടുമോ എന്ന്. ഇല്ല. മാത്രമല്ല നമ്മുടെ കുടലിനും പൈൽസ്, ഫിഷർ പോലുള്ള രോഗങ്ങൾക്കും മോരും തൈരും വളരെ നല്ലതാണ്. കാരണം ഇവ പ്രോബയോട്ടിക് ആണ്. കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ധാരാളം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഈ കുടലിന്റെ താഴത്തെ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട് മാറ്റുന്നതിനെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പൈൽസും ഫിഷറും രോഗമുള്ളവർ ദിവസവും 1/2 കപ്പ് തൈരോ അല്ലെങ്കിൽ 2 ഗ്ലാസ് മോരോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇറച്ചി വിഭാഗങ്ങളും മീൻ വിഭാഗങ്ങളും പറയാം. എപ്പോഴും നിങ്ങൾക്ക് ഇറച്ചിയും മീനും കഴിച്ചു കഴിഞ്ഞാൽ ഈ പൈൽസ് അല്ലെങ്കിൽ ഫിഷർ കൂടും. അതുകൊണ്ട് വെജിറ്റേറിയൻ ആവണം എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. നിങ്ങൾക്ക് നോൺ വെജ് ഭക്ഷണം കഴിക്കാം. എന്നാൽ ഏത് രീതിയിൽ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം.
പൈൽസും ഫിഷർ രോഗമുള്ളവർ ഉണക്കമീനിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കാരണം ഉണക്കമീന് കുടലിലും ആമാശയത്തിലും ഒരു നീർക്കെട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങളോ ഇറച്ചിയോ കഴിക്കാം, എന്നാൽ റെഡ് മീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ് ഇറച്ചി ഇവയെല്ലാം റെഡ് മീറ്റ് വിഭാഗത്തിൽ പറയും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും താറാവ് ഇറച്ചി ശരീരത്തിന് തണുപ്പാണ്, ഇത് കഴിച്ചാൽ പൈൽസും ഫിഷറും കുറയുമെന്ന് പറയും. വെറുതെ പറയുന്നതാണ്. താറാവ് ഇറച്ചി റെഡ് മീറ്റ് വിഭാഗത്തിലാണ്. നിങ്ങൾക്ക് കോഴി ഇറച്ചി കഴിക്കാം, അത് ആരോഗ്യകരമാണ്. എന്നാൽ കോഴി ഇറച്ചി പാകം ചെയ്യുന്ന രീതി ശ്രദ്ധിക്കണം. കോഴി ഇറച്ചി നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം. കറി വയ്ക്കുന്ന സമയത്ത് അതിനകത്ത് അമിതമായി മസാല, കുരുമുളക് പോലുള്ളവ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഗ്രില്ല് ചെയ്തിട്ട്, അതായത് തീയിൽ നേരിട്ട് ചുട്ടെടുത്ത് നമ്മൾ ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കത്തില്ലേ, ഇപ്പൊ ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ അൽഫാം പോലുള്ളവ, ഇത്തരം ഭക്ഷണങ്ങൾ പൈൽസിനും ഫിഷറിനും വളരെ വളരെ മോശമാണ്. ഇങ്ങനെ തീയിൽ നേരിട്ട് ചുട്ടെടുക്കുമ്പോഴുള്ള അപകടം എന്തെന്ന് പറഞ്ഞാൽ, നേരിട്ട് തീയിൽ വേവിക്കുന്ന സമയത്ത് ഉയർന്ന ടെമ്പറേച്ചറിൽ വേവിക്കുമ്പോൾ ഇതിനകത്ത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ടാവും. ഈ രാസവസ്തു കുടലിനകത്ത് നീർക്കെട്ടുണ്ടാക്കും, പൈൽസ് രോഗം വർദ്ധിപ്പിക്കും, ഫിഷർ രോഗം ഗുരുതരമാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഇത്തരം രോഗമുള്ളവർ ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത്, അതായത് ഇറച്ചിയോ മീനോ എല്ലാം വല്ലാണ്ട് ഡ്രൈ ആക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയും പരമാവധി ഒഴിവാക്കാനായിട്ട് പോവുക. ദിവസത്തിൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. കാരണം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ കുടലിൻ്റെ സ്നിഗ്ധത വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ മലത്തിനകത്ത് ജലാംശം വർദ്ധിക്കുന്നതിനും മലം കട്ടി പിടിക്കുന്നതിനെ ഒഴിവാക്കുകയും മലം സ്മൂത്തായിട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും. ഈ ഒരു രീതിക്ക് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന രീതിയും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ദിവസവും ഒരേ സമയത്ത് തന്നെ, ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ടോയ്ലറ്റ് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പോവുക. ചിലർ പറയാറുണ്ട്, എനിക്ക് 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, പോകുമ്പോൾ ഭയങ്കര വേദനയാണെന്ന്. ആ ഒരു രീതി മാറ്റിയിട്ട് എല്ലാ ദിവസവും കൃത്യമായി ഒരേ സമയം ടോയ്ലറ്റിൽ പോവുക. ടോയ്ലറ്റിലേക്ക് നമ്മുടെ ദിനപത്രമോ മൊബൈൽ ഫോണോ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം, അവിടെ പോയി അരമണിക്കൂർ ഇരിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക. കാരണം ടോയ്ലറ്റിൽ പോയിരുന്ന് അമിതമായിട്ടിരുന്ന് ബലം പിടിക്കുന്നത് ഈ ഫിഷർ രോഗം വർദ്ധിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നത്ര, ഇപ്പോൾ ടോയ്ലറ്റിൽ പോയാൽ പരമാവധി 5 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ചിലവഴിക്കാതിരിക്കുക. ഇനി അടുത്ത കാര്യം വ്യായാമമാണ്. ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നത് അരക്കെട്ടിലെയും കുടലിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വളരെ പെട്ടെന്ന് മാറ്റാൻ ശരീരത്തിനെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുകയും ഉറക്കം കൃത്യമാക്കുകയും വേണം. രാത്രി ഉറക്കം ലേറ്റ് ആകുന്ന ആൾക്കാരോട് പിറ്റേ ദിവസം അവരുടെ മലശോധനയുടെ സ്വഭാവം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ പെട്ടെന്ന് അവർക്ക് ഇറിറ്റേഷൻ, ഇപ്പം മലത്തിൻ്റെ നോർമൽ നേച്ചർ മാറി കട്ടി കൂടുന്നത് പോലെയോ മലം പോയതിനു ശേഷം ചെറിയ നീറ്റലോ അനുഭവപ്പെടുന്നത് കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഫിഷറോ പൈൽസോ ഉണ്ടെങ്കിൽ നിർബന്ധമായും രാത്രി നേരത്തെ ഒരു 10:30-ക്കെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ച് ഭക്ഷണത്തിൽ ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, നമുക്ക് ശരിയായിട്ട് ചികിത്സയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഫിഷറും പൈൽസും രോഗം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരുൾപ്പെടെ ഈ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.